പച്ചമാങ്ങ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളതിന് ആദ്യമായിട്ട് എടുക്കുന്നത് പച്ചമാങ്ങയാണ്. അപ്പോൾ ഇത് നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രം നമുക്ക് മതിയാകും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ചമ്മന്തി മാത്രമല്ല, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കറികൾ പച്ചമാങ്ങ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഒരു കഷ്ണം പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. അപ്പോൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ടിട്ട് നമ്മളിത് ചെറുതായിട്ട് ഒരു കളറ് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ ഒരു മസാലയൊന്നും ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് അങ്ങ് കരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബ്രൗൺ കളർ ആവേണ്ട ആവശ്യവുമില്ല. അപ്പോൾ അത് കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കാം. അപ്പോൾ ചെറിയൊരു കളറ് മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 3-4 ഇതൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണക്കച്ചെമ്മീൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 കാശ്മീരി മുളകാണ്. അപ്പോൾ കാശ്മീരി മുളകായതുകൊണ്ട് ഒരുപാട് അങ്ങ് എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് തീയിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുത്താലും മതിയാകും. അപ്പോൾ നമുക്ക് ഈ ഒരു ചമ്മന്തി ചോറിന് മാത്രമല്ല സൈഡ് ഡിഷായിട്ട് നമുക്ക് ഇഡ്ഡലിൻ്റെയും ദോശേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ നല്ലോണം കുറച്ച് വെക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല, എന്നാൽ നല്ലൊരു കളർ നമ്മൾ ചമ്മന്തിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ 1 ടീസ്പൂൺ മാത്രമേ ഞാനത് ചേർക്കുന്നുള്ളൂ. ആ മുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ആ ഒരു കരിഞ്ഞ ചൊവ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചമ്മന്തിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് അതിൻ്റെ ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമ്മളിതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ മാങ്ങ കൊണ്ടുള്ള ചമ്മന്തിയാണ് പൊടിക്കുന്നത്, അതുകൊണ്ട് പുളീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നല്ലോണം തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ട് ചട്നി ഉണ്ടാക്കാം. ഇതിപ്പോൾ ചമ്മന്തി ചോറിന് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചട്നിയും ആയി. അപ്പോൾ അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ചോറിനായാലും ഇഡ്ഡലിക്കായാലും ദോശക്കായാലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങേൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങേൻ്റെ കഷ്ണങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. നമ്മളിതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേനും ഞാൻ ആ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി മാങ്ങ ചമ്മന്തി പൊടിക്കുമ്പോൾ ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 വെളുത്തുള്ളി അല്ലിയാണ്. അതും കൂടി ചേർത്തിട്ട് അരക്കാൻ പാടില്ല, ഒരു കായത്തിൻ്റെയൊക്കെ ഒരു കയ്പ്പ് ടേസ്റ്റ് പോലെയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അമ്മയിലൊക്കെ നമ്മൾ പൊടിക്കുന്നതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് നമുക്ക് വേഗം കിട്ടും. അപ്പോൾ മിക്സിയിൽ പൊടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, ചിലപ്പോൾ ഇത് നല്ലോണം അരഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചുവ തന്നെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇതുപോലൊരു ചമ്മന്തി മാത്രം നമ്മൾ മതിയാകും. അപ്പോൾ കുറച്ചധികം നല്ല എരിവും അതുപോലെ നല്ല പുളിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി ആയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഓംലെറ്റോ അതുപോലെ നമ്മൾ സാധാരണ വറുക്കുന്നതിൽ ഉരുളക്കിഴങ്ങ് വറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ലോണം വെള്ളവും ചേർത്ത് അരച്ചിട്ട് നമുക്ക് ചട്നി പോലെ ആക്കാം. അതുപോലെ ഉണക്കച്ചെമ്മീൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വറുത്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പച്ചമാങ്ങ കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്